കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM നേതാക്കൾക്ക് കൂടുതൽ കുരുക്ക്. അനധികൃത വായ്പകൾ അനുവദിക്കാൻ മുൻ മന്ത്രി AC മൊയ്തീൻ നേരിട്ട് ഇടപെട്ടു. വായ്പകൾക്കായി ഭരണസമിതിയെ മറികടന്ന് രൂപീകരിച്ച സബ് കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റികൾ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരുടെ അറിവോടെയെന്നും ED കുറ്റപത്രം. നേതാക്കളെ കുരുക്കി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രന്റെ നിർണായക മൊഴികളും കുറ്റപത്രത്തിൽ. കിരൺ കുമാർ ചേരുന്നു. കിരൺ, കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM നേതാക്കളും CPM-ഉം തന്നെ പ്രതിപ്പട്ടികയിലേക്ക് വരുമ്പോൾ ED-ക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള ആരോപണം ഉയർത്തുന്നതോടൊപ്പം തന്നെ ED കൃത്യമായ തെളിവുകൾ കൂടി കുറ്റപത്രത്തിൽ നിരത്തുന്നുണ്ട്. അങ്ങേറ്റം ഗൗരവതരമായ വസ്തുതകളാണ് ഈ തെളിവുകളായി മുൻപോട്ട് വരുന്നത്. CPM നേതാക്കളുടെയൊക്കെ ഇടപെടൽ ഇതിൽ വ്യക്തമായി തന്നെ കാണുകയല്ലേ? രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കൾക്ക് ഉൾപ്പെട്ടിരുന്നു, ഇവർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് ED ഈ പ്രതിപട്ടിക വ്യക്തമാക്കുന്നതോടുകൂടി തന്നെ പുറത്തു വരുന്ന വിവരം. ഏതായാലും നേരത്തെ ഉള്ള 3 ജില്ലാ സെക്രട്ടറിമാർക്കടക്കം എതിരായിട്ട് ഇവരെ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് ED-യുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കള്ളപ്പണ ഇടപാടുകളും ഒപ്പം തന്നെ ബാങ്കിലെ ഈ സാമ്പത്തിക ക്രമക്കേടുകളിലെല്ലാം CPM-ന്റെ നേതാക്കൾക്ക് നേരിട്ട് അറിവുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത്. നേരത്തെ CPM നേതാക്കളിലെ പല ആളുകളെയും ED ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിൽ CPM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള CK ചന്ദ്രനെ നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റ് നേതാക്കൾക്കെതിരായിട്ടടക്കം വലിയ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഈ ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി അടക്കം പ്രത്യേകം കമ്മിറ്റികൾ അടക്കം ഈ CPM-ന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്ന ഒരു വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സബ് കമ്മിറ്റി ഒപ്പം തന്നെ പാർലമെൻ്ററി കമ്മിറ്റി, ഇങ്ങനെ 2 കമ്മിറ്റികൾ ഉണ്ടാക്കിയായിരുന്നു CPM ഈ ലോൺ വിതരണത്തിനടക്കം ഈ ക്രമക്കേടുകൾ നിയന്ത്രിച്ചിരുന്നത്. ഇത് ഇഷ്ടക്കാർക്ക് വേണ്ടി ലോൺ അനുവദിക്കാൻ വേണ്ടിയാണ് ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കിയിരുന്നത് എന്ന് തന്നെയാണ് ED-യുടെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഏതായാലും കരുവന്നൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളിലെല്ലാം തന്നെ CPM-ന്റെ ഉന്നത നേതാക്കൾക്കെല്ലാം പങ്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 3 ജില്ലാ സെക്രട്ടറിമാർ MM വർഗീസ്, ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, ഇങ്ങനെ CPM-ന്റെ സമീപകാലത്തുണ്ടായിരുന്ന 3 ജില്ലാ സെക്രട്ടറിമാരെ കൂടി ഏതായാലും ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. രോഹിണി.